എസ്തെറ്റിക് ലൈഫിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സന്ധ്യ വിക്രമിന്റെ അടുത്താണ്. ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും സന്ധ്യ ചേച്ചി കൂടുതലും ആയുർവേദപരമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സ് അല്ലെ, അതെല്ലാം തന്നെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. ഇന്നും അതുപോലെ എന്തോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. കുറച്ച് ആയുർവേദിക് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം എന്താണെന്നുള്ളത്. എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റോസ്മേരി വാട്ടർ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനും കുറെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും ഇത് കറക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നത്. കുറച്ച് ഡ്രൈനെസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ മുടി കൊഴിയുന്നുണ്ട്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് തന്നെ മേക്ക് ചെയ്താൽ എന്താ എന്ന്. പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. അതെ അല്ലേ? പക്ഷെ ഇതിന് റോസ്മേരി മാത്രമല്ല, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമ്മുടെ വകയായിട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നു. അപ്പോ കുറച്ച് നല്ല ബെനിഫിറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തൊക്കെയാ ചേച്ചി? നമുക്ക് അതിന്റെ അകത്ത് ഉലുവ നമുക്കറിയാം ഹെയർ ഗ്രോത്തിന് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ക്ലെൻസ് ചെയ്യും. ഉലുവ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യും. ഹെയറിനായിരുന്നാലും മുഖത്തിനായിരുന്നാലും എല്ലാം അറിയാലോ. അതെ, മുടി വളരാൻ നല്ലതാണ്. കരിഞ്ജീരകത്തിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. മുടി കറുപ്പിക്കാൻ, ഹെയറിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മുടി കറുപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മൾ എണ്ണ കാച്ചാൻ നേരത്തൊക്കെ ചേർക്കും. അപ്പോ ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മൾ ഉള്ളിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ഫങ്ഷൻ, പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കിന്നിന് നല്ലതാണ്. അപ്പോ ആക്നെ ഒക്കെ മാറാനല്ലേ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്നെ മാറാൻ നല്ലതാണ്. ഇത് നമുക്ക് ഇതിന്റെ അകത്തും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ ഹെയർ ഗ്രോത്ത് ആണ്, ഹെയർ ഗ്രോത്തിനുള്ളതാണ്. പിന്നെ ഉള്ളത് ഗ്രാമ്പു ഇതിന്റെ അകത്ത് ചേർക്കുന്നത്. ഇതിപ്പം ഞാന് മെഹന്തി തലയിലിടുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ജലദോഷം വരാതിരിക്കാൻ ഈ ഗ്രാമ്പു ഏറ്റവും നല്ല സാധനമാണ്. ഇത് എന്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ, ഈ ഗ്രാമ്പു യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ഗ്രാമ്പു ഒക്കെ നമുക്ക് ജലദോഷം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് ആവി പിടിക്കാനും അല്ലാതെ നമുക്ക് പുകച്ചു കൊടുക്കാനും ഒക്കെ. പുകയൊക്കെ കൊള്ളുന്നത് നല്ല, കുഞ്ഞു പിള്ളേർക്ക് പുകയൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അത് നമുക്ക് ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? എങ്ങനെയാണ്? വെള്ളത്തിലാണ് അല്ലേ? വെള്ളത്തില റോസ്മേരി വാട്ടർ ആണ്. അപ്പൊ നമ്മൾ ഇത് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാം. അതായത് നമുക്ക് മുടിക്ക് നമ്മുടെ താളിയൊക്കെ ചെയ്യാൻ നേരത്തെ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചെമ്പരത്തി യൂസ് ചെയ്യാം. അല്ലാതെ കറിവേപ്പില, തുളസി ഇല. കറിവേപ്പില ഞാൻ ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി ഇല ആഡ് ചെയ്യാം. അപ്പൊ അറിയാലോ, എല്ലാത്തിന്റെ ബെനിഫിറ്റ് ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ ഹെയറിന് എന്താണോ ആവശ്യം അത് നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ മെത്തേഡ് കാണിച്ചു തരാം. ശരി, ഓക്കെ, തുടങ്ങാം. ആഹാ, കറിവേപ്പില തണ്ടോട് കൂടിയുണ്ട്. 1 ഗ്ലാസ് വെള്ളം മതിയോ? അതെ. പിന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ. നമ്മൾ ഉലുവയൊക്കെ ഓരോ സ്പൂൺ വെച്ചാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാ. എത്രയാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ഓരോ സ്പൂൺ ഇടുമ്പോഴത്തേക്കും നമുക്ക് 1 ഗ്ലാസ് വെള്ളം മതി. അപ്പൊ അതിന്റെ ഒരു അളവ് നമുക്ക് ആവശ്യമുണ്ട്, എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും സ്പൂൺ ആഡ് ചെയ്യേണ്ടത് അല്ലേ? അതെ. ഇപ്പൊ 1 ഗ്ലാസ് വെള്ളത്തിനാണ് നമ്മൾ ഓരോന്നും ഓരോ സ്പൂൺ വെച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഐസ്ക്രീം സ്പൂണാണ്, ചെറിയ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആ അളവ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ റോസ്മേരി ആണ് കൂടുതൽ ഇടുന്നത്. ഓക്കെ, നമുക്ക് അപ്പോ 1 ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ 1 സ്പൂൺ. ഇപ്പൊ 2 ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ. അപ്പൊ അങ്ങനത്തെ ഒരു മെഷർമെന്റിലാണ് പോവേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ആദ്യം നമുക്ക് റോസ്മേരി ഇടാം. ഓക്കെ, അത് ഞാൻ ഈ സ്പൂണിൽ തന്നെ 2 സ്പൂൺ ഇട്ടു. അപ്പം ഇതിന്റെ 2 സ്പൂൺ എന്ന് പറയുന്നത് ബാക്കി എല്ലാത്തിന്റെ ഓരോ സ്പൂൺ. ഓക്കെ, ഇതിന്റെ അളവ് നമ്മൾ കൂടുതൽ ഇടുക. ശരി. ഗ്രാമ്പു 1 സ്പൂൺ. അപ്പോൾ ഇപ്പോ 1 ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ റോസ്മേരിയും ബാക്കിയെല്ലാം ഹാഫ് സ്പൂൺ. അങ്ങനെയാണ്. കൂടി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ മെഷർമെന്റ് പറയുമ്പോൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഇത് ബാക്കിയുള്ളതിന്റെയൊക്കെ അളവ് കൂടിപ്പോയി വെച്ചിട്ട് പ്രശ്നമാണ്. കുറച്ച് തിക്നെസ്, ഈ ഉലുവയുടെ ഒക്കെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഉലുവ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് വരും അതിന്റെ അകത്ത്. കരിഞ്ജീരകം അതിന്റെ 1 സ്പൂണ്, ഉലുവയുടെ 1 സ്പൂൺ. എന്നിട്ട്
കറിവേപ്പില. ബാക്കി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ലീഫി സാധനങ്ങളെല്ലാം ഇടാം. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സാധനങ്ങളല്ലേ. മൊത്തത്തിൽ ഇങ്ങനെ കലക്കി അങ്ങ് വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് വറ്റുമൊന്നും വേണ്ട, അധികം വറ്റുമൊന്നും വേണ്ട. ഇതെല്ലാം ഒന്ന് കളർ മാറി വരണം. ഓക്കെ, അതുവരെ വെച്ചേക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനമാണ്, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒരു കണ്ടീഷണർ പോലെ ഒരു ടോണർ പോലെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേയില ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഒരു സ്പൂൺ തേയില ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്, ടോണറാണ്. നമ്മൾ ഇത് വന്നിട്ട് റോസ്മേരി വാട്ടർ നമ്മൾ മുടി കൊഴിച്ചിലിനും മുടി വളരാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തേയില വന്നിട്ട് നമുക്കൊരു കണ്ടീഷനിങ് തരും, നല്ലൊരു സ്മൂത്ത് കണ്ടീഷനിങ് തരും. ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ റോസ്മേരി വാട്ടർ അങ്ങനെയാണല്ലോ യൂസ് ചെയ്യുന്നത്, തലേ ദിവസം അല്ലേ. പക്ഷെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ടോണർ പോലത്തതോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു സാധനങ്ങളും ഓയിൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കരുത്. കാരണം വേറൊന്നുമല്ല, അതിന് ഫലമില്ല. കാരണം ഓയിലിനകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കാൽപ്പിലായിരിക്കണം ഈ സംഭവങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമുക്ക് ഇപ്പൊ തിളച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും രാത്രി, അതായത് നല്ല ഷാമ്പു വാഷ് ചെയ്ത് എണ്ണമയം ഒന്നും ഇല്ലാത്ത മുടിയിൽ രാത്രി ഇത് സ്പ്രേ അടിച്ച് അല്ലെ ഇത് കെട്ടി വെച്ചിട്ട് കിടക്കുക. ദിവസം രാവിലെ വാഷ് ചെയ്യണോ, എങ്ങനെയാണ്? വാഷ് ചെയ്യാം നമുക്കിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാ. ഇതിപ്പോ ഇതിൽ അറിയാനൊന്നും പറ്റത്തില്ല. ലീവിൻ ചെയ്യണമെങ്കിൽ ലീവിൻ ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ അകത്ത് ആ വലിയ മണവും കാര്യങ്ങളും, ആ റോസ്മേരിയുടെ മണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിക്കരുത്, നല്ല മണമായിട്ടിരിക്കും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റോസ്മേരി വാട്ടറിനകത്ത് അവര് അതിന്റെ അകത്ത് ഒരു എന്തായാലും ഒരു പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിരിക്കും. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് പറയുവാണ്. അപ്പോ ഇതാവുമ്പോ നമ്മള് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ട്രസ്റ്റബിൾ ആണല്ലോ. ഇതിങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത് എല്ലാം കൂടി. ചേച്ചി, ഇതിപ്പോ നമ്മള് നൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ അറ്റ് എ ടൈം മാത്രമേ യൂസ് ചെയ്യാവോ, അതോ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിരുന്നോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ അങ്ങനെ ഒരു ഡ്യൂറേഷനോ ടൈമിംഗോ? എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നാച്ചുറൽ സാധനങ്ങൾ അപ്പോഴെപ്പോഴും ഒരു 7 ദിവസം അതിലപ്പുറം ഒരു സാധനങ്ങളും വെച്ചേക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേച്ചി, അതുപോലെ തന്നെ ഇതിപ്പം അരച്ച് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അരച്ചിട്ട് പിന്നെ അരിച്ച് എടുക്കുക? ഇതിപ്പോ നമ്മൾ അങ്ങനെ അങ്ങ് അരിച്ചെടുക്കുവാണ്. കാരണം എന്താ പറയുക, റോസ്മേരി വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്ലെയിൻ വാട്ടർ ആണ്. കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ മൊത്തം ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അരച്ച് യൂസ് ചെയ്യണമെങ്കിൽ അതൊരു പാക്കായി. പിന്നെ എന്തായാലും അത് രാത്രി വാഷ് ചെയ്തിട്ടല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും വാഷ് ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾക്ക് ആയോ ചേച്ചി? ഇപ്പൊ ആയിട്ടുണ്ട്. നമുക്ക് ഈ കളർ മാറുന്ന ഒരു നല്ല മണം വരുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും നല്ലൊരു ഹെർബൽ മണം വരുന്നുണ്ട്. അതെ, നല്ല മണം വരുന്നുണ്ട്. ഒരു നാച്ചുറൽ സാധനങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുന്നത്. എന്തെങ്കിലും ഒരു ഫൗൾ സ്മെല്ലൊന്നുമല്ല, നല്ലൊരു സ്മെല്ലാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു കറിവേപ്പിലയുടെ സ്മെല്ലാണ് നിൽക്കുന്നത് അല്ലേ? കറിവേപ്പിലയുടെ നിൽക്കുന്നുണ്ട്, ആ ഗ്രാമ്പൂന്റെ മണം വരുന്നുണ്ട്. ഗ്രാമ്പൂന്റെ മണമുണ്ട്. വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ ചേർക്കേണ്ട ഒരു പ്രധാന കാരണം, ഞാൻ ഈ ജലദോഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു പിള്ളേർക്കെല്ലാം യൂസ് ചെയ്യും. അപ്പൊ അവർക്കൊന്നും വരരുതല്ലോ. അതിനൊരു പ്രിക്കോഷനും കൂടെ. അപ്പൊ ഇത് ഏജ്ലെസ് ആണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ കാച്ചി എണ്ണയൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാറില്ലേ, കുഞ്ഞു പിള്ളേർക്കും എല്ലാം യൂസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ്. ഇപ്പൊ വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാണ്. ഇത് ഇത്രയും തിളപ്പിച്ചിട്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ അല്ലേ അപ്പം തലയിൽ നീരിറക്കം അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഇതിപ്പോൾ ഇത്രയും തിളപ്പിച്ചിട്ടാണ് നമ്മൾ വച്ചേക്കുന്നത്, ഒരിക്കലും വരത്തില്ല. നമുക്ക് ഇറക്കിയാലോ ഇത്. ഇതിനൊന്ന് അരിച്ചെടുക്കാം. ഇതിന്റെ കളർ തന്നെ ഒരു എന്താ പറയാ, ഒരു ബ്രൗൺ അല്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ. അതെ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്. അപ്പൊ ഇനി ഇത് തണുത്തിട്ട്
തണുത്തിട്ട് നമുക്ക് ബോട്ടിലിൽ ഇതിൽ വൈറ്റമിൻ ഇയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പുറത്തുനിന്നൊന്നും വാങ്ങാത്ത നല്ല ഒരു പ്യുവർ ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അല്ലെ. കുഞ്ഞു കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഹെയർ ഗ്രോത്തിന്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനായിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്യുവർ ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ആണ് ഇവിടെ ആയിരിക്കുന്നത്. പിന്നെ പേടിക്കുകയും വേണ്ട, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാന്നുള്ള ഒരു പേടിയും വേണ്ട. ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് കാണിച്ചത് തന്നെ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് റോസ്മേരി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം എനിക്കിതുവരെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്നും പറ്റിയിട്ടില്ല. എനിക്കും ഓരോരുത്തർക്കും ഓരോ സ്കാൽപ്പ്, ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു, ഇത് എണ്ണ തേച്ചിട്ടും അല്ലാതെ കാച്ചി എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നീട് രാത്രി ഇത് അടിച്ചുകൊണ്ട് കിടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്കാൽപ്പിലാണ് എന്ത് സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.